MyG Future Ajmi presents Amma Kudumba Sangamam in association with Goodspeed, Migration and Study Abroad Experts, Jain, deemed to be University and Maharani Wedding Collections, powered by D Group. അടുത്തതായിട്ട് നമുക്കൊരു പാട്ടിലോട്ടും കൂടി പോയിട്ട് പോവാം. പാട്ടിന് വേണ്ടിയിട്ട് ലെറ്റ് മീ വെൽക്കം കലാഭവൻ നവാസ്. നവാസിക്ക് ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവരട്ടെ. ഈ മലയാളികൾ ഇന്ന് ഒരുപക്ഷെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്, പലരും പല ശബ്ദത്തിൽ പാടുന്നതുമൊക്കെ ഇന്ന് വലിയ ആഘോഷമായിട്ട് നമ്മുടെ ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് എത്രയോ വർഷം മുമ്പ് ആ സംഭവം സ്റ്റേജിലും സ്ക്രീനിലും ഒക്കെ ചെയ്ത വ്യക്തിയാണ് നവാസിക്ക. ഞാൻ വേറൊരു പാട്ട് പാടിയിട്ട് കാര്യമില്ല. എല്ലാരും പ്രതീക്ഷിക്കുമല്ലേ രണ്ട് ശബ്ദത്തിൽ പാടാനായിട്ട് അല്ലേ? നമ്മൾ അങ്ങോട്ട് തുടങ്ങുന്നതല്ലേ. ഇന്നും അത് തന്നെയല്ലേ നമുക്ക് കിട്ടൂലേ, നമുക്ക് തരൂലേ? ഓക്കെ, പ്ലീസ് വെൽക്കം കലാഭവൻ നവാസ് എവരിവൺ. ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ, ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ, കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി, വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി, വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ, ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. നീ
ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു പാട്ട് പാടുന്നതിന് മുൻപ് എന്തുകൊണ്ടൊരു മിമിക്രിക്കും കൂടെ ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ പാട്ടും മിമിക്രിയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ മിമിക്രിയിൽ നിന്നും വന്ന് നാഷണൽ അവാർഡ് വരെ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മിസ്റ്റർ സുരാജാണ്. നല്ല ഒരു കൈയടി കൊടുത്ത് നമുക്ക് സുരാജിനെ ഈ വേദിയിലേക്ക് വിളിക്കാം. മിസ്റ്റർ സുരാജ് വെഞ്ഞാറമൂട്. അറിയാം, ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഇങ്ങനെ പോന്ന അല്ല, സ്പെഷ്യൽ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അല്ല, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ പഴയ മിമിക്സ് ഗാനമേള. ഇപ്പൊ അതിന് മിമിക്സ് ഗാനമേള. സുരാജ് ഗംഭീരമായിട്ട് മിമിക്സ് ഗാനമേളയ്ക്ക് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സുരാജ് ഒരു ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്ന ബീറ്റ് ബോക്സിംഗ് എന്ന് പറയും. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ബീറ്റ് ബോക്സ് സുരാജ് ചെയ്യും. ഞാനതൊന്ന് പാടാൻ ശ്രമിക്കും. റെഡി? റോജ എന്ന സിനിമയിലെ പാട്ടാണ് അത്. നമ്മുടെ AR റഹ്മാൻ സാറ് മ്യൂസിക് ഉപകരണങ്ങൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏകദേശമൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് കൈയടിക്കണം. ഓക്കെ, റെഡി? താങ്ക് യു. புது வெள்ளை மழை இங்க பொழிகின்றது, இந்த கொல்லை நிலம் உடல் அணைகின்றது, இங்க சொல்லாத இடம் கூட கொலைகின்றது, மனம் சூடான இதம் தேடி அலைகின்றது. புது வெள்ளை மழை இங்க பொழிகின்றது, இத கொல்லை நிலம் இது அணைகின்றது, நீதானே நீரானும் புது வெள்ளை மழை இங்க பொழிகின்றது, ஒரு வெள்ளை மழை இது நனைகின்றது. താങ്ക് യു. നല്ലൊരു കഴിവ് കൊടുക്കാം സുരാജിന്. സുരാജിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ താരങ്ങളുടെ ശബ്ദം ഗംഭീരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പം എന്താ അളിയാ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം അത് വേണം. അപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്യേണ്ടത് ശരിക്കും ബാബുരാജ് ചേട്ടൻ്റെ ശബ്ദമാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതുപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത വേറൊരാളില്ല. അതുകൊണ്ട് നല്ലൊരു കൈയടി ബാബുചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുചേട്ടാ, അറ്റ്സ് ഓഫ് യു, അടിപൊളി. എല്ലാത്തിനും വെട്ടുന്ന അമ്മയുടെ കുടുംബ സംഗമം എല്ലാ ഷോയും വെട്ടിക്കൊണ്ടാണ്. അത് അഭിനന്ദനങ്ങൾ. കാര്യം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഇവൻ്റാണ്. രാവിലെ മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോയിട്ട് ഇപ്പോൾ ദാ ഈ ഒരു കലാസന്ധ്യയും ഗംഭീരമായിട്ട് വരുന്നു. അപ്പോൾ എന്തായാലും സുരാജ് നമുക്ക് വേണ്ടിയിട്ട് 1-2 പേരുടെ ശബ്ദങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിനിടയ്ക്ക് അവൻ പാട്ട് കയറ്റും. ഒന്നും അറിയാൻ പറ്റില്ല, അവനായതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രിപ്പയർഡായിട്ടിരിക്കുക. ജയൻ ചേട്ടനാണെങ്കിലും ബാബുചേട്ടനാണെങ്കിലും ബാബുരാജ് ചേട്ടനാണെങ്കിലും ഒക്കെ ഗംഭീര ഒരു സന്ധ്യയായിരുന്നു ഇന്ന്. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ സന്തോഷമുണ്ട് ജയൻ ചേട്ടാ. ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മീൻസ് നമ്മുടെ അഡ്ഹോ കമ്മിറ്റിയുടെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. താങ്ക് യു ജയൻ ചേട്ടാ. ജയൻ ചേട്ടനാണെങ്കിലും ബാബുരാജ് ചേട്ടനാണെങ്കിലും ഒക്കെ അടിപൊളി. താങ്ക് യു എല്ലാവരും. ഞാൻ പിന്നെ എന്താ, ഞാനും ഇതിനകത്ത് നീയും ഉണ്ട്. അഡ്ഹോ കമ്മിറ്റിയാണ്. അപ്പോൾ 2 സ്റ്റാർ കൂടുതൽ. ശരി. ദൈവമേ, ഇപ്പൊ ലാലേട്ടന്റെ തന്നെയാണ് ശബ്ദം. നമ്മുടെ 6-ാം തമ്പുരാൻ. അപ്പൊ അതൊന്ന് മൂളിക്കോ. 6-ാം തമ്പുരാനിലെ ഒന്ന് ഇട്ട് കൊടുക്കും മ്യൂസിക്. പാട്ട് മാത്രം മതിയാ, ഞാൻ പറയണതും കൂടെ കേൾക്കണ്ടേ? ഇത്തിരി കുറച്ചോ? നവാസ് പുറത്തോട്ട് വരാൻ താല്പര്യമില്ല. നവാസാണത്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ കാളയാർ ഗർജിച്ചു. മിയാറ്റാൻസിന്റെ കാളയാർ, ഖരാനകളുടെ കാളയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ, ചെവിയോർത്താൻ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ.
ഉസ്താദ് ബാദുഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കേശിൽ എന്തുണ്ട്? സബനൂങ്കി സിന്ദഹി ജോ കഭി നഹി കദം ഹോ ജാ. അടുത്തത് എന്തെങ്കിലും കൂടെ പ്ലീസ്. ഇത് തന്നെ തിലകൻ സാറ് ചെയ്താൽ, കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം തിലകൻ സാറ് ചെയ്താൽ എൻ്റെ ഭാവനയിൽ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. എല്ലാരെങ്കിലും ഒരു വേനൽപ്പകലിൽ കാളിയാർ ഗർജിച്ചു. യാറ്റാൻസിന്റെ വാളിയാർ, ഒരാനകളുടെ കോളിയാർ, ഏതകാല സ്മൃതികളുടെ ശവകിടിയുരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുവതിന്റെ വിരയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തണ്ടിയുടെ ഓട്ടക്കീശിൽ എന്തുണ്ട്? സബനൂങ്കി സിന്ദഹി കഭി നഹി കദം ഹോ ജാത്തി ഹൈ. താങ്ക് യു വെരി മച്ച്. അല്ല, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യണം. നസീർക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? Thank you very much. കോട്ടയം നസീർക്ക് ഉണ്ടോ? നസീർക്ക, കോട്ടയം നസീർക്ക, പ്ലീസ് 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 കം. നസീർക്ക, നസീർക്ക് ഇതുവഴി കയറുവാ. നസീർക്ക് ഇതുവഴി വാ. നസീർക്ക് ഇതുവഴി ഇത് വാ. നസീർക്ക പറഞ്ഞത്, എടാ എന്നെ വിളിക്കരുത് മിമിക്രി ചെയ്യാൻ. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മിമിക്രി ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ക്യാരക്ടർ ആക്ടറാണ്, അതുകൊണ്ട് ഞാൻ മിമിക്രി ഇച്ചിരി മാറ്റി നിർത്തിയേക്കാന്ന് പറഞ്ഞു. പക്ഷെ പറ്റില്ല. ഒരു മൈക്ക് കൊടുക്കോ പ്ലീസ്. പക്ഷെ ക്യാരക്ടർ ആക്ടറും മിമിക്രി ചെയ്യുമല്ലോ അല്ലേ? 50 വോയിസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നസീർക്ക മിമിക്രി ചെയ്യാതെ അമ്മയുടെ ഒരു ഷോ ഇവരെന്നെ ചതിച്ചതാ. എന്താണ്? ഞങ്ങൾ 5 പേരുടെ റിഹേഴ്സൽ ചെയ്ത് വെച്ചത്, എന്നിട്ട് ഇവർ 2 പേരുടെ കയറി. ഞാൻ അവിടെ ഒരു കാണിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. അത് പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. നസീർക്ക ഇല്ലാതെ പൂർണ്ണമാവില്ല. പ്ലീസ്. ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഇല്ല, പുതിയതല്ല എന്നറിയാം. അതുകൊണ്ടാ അവർ ഗ്യാരണ്ടി ഇല്ലെന്ന് പറഞ്ഞു. പണ്ട് നാട്ടുകാരുടെ തെറി കേട്ടാൽ മതിയായിരുന്നു, ഇപ്പൊ കുടുംബക്കാരുടെയും കൂടെ തെറി കേൾക്കേണ്ടി വരുമോ? ഞാൻ എന്തെങ്കിലും പുതിയ സാധനം ചെയ്യണമല്ലോ. ഭ്രമയുഗത്തിലെ മമ്മൂക്കയുടെ വോയിസ് ഒന്ന് ചെയ്യാം. വളരെ കാലത്തിനു ശേഷം കുറെ അതിഥികളെത്തുന്ന മഹത്തായ ദിവസം. അമ്മയുടെ കുടുംബ സംഗമത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരഭ്രംശം. പഴയ ഐറ്റത്തിൽ നിന്നൊരു മടക്കയില്ല. ഇനി ഒരു പഴയതിലേക്ക് പോവാണ്. എന്നെ കൊല്ലണം, ഞാൻ ചെയ്തോട്ടെ. റീമാസ്റ്ററിന്റെ കാലമാണ്. ഇപ്പതാ സുരാജ് ഒരെണ്ണം ചെയ്തു. മമ്മൂക്കയുടെ വാത്സല്യം എന്ന് പറയുന്ന സിനിമയിലെ മേലടത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന വളരെ ടച്ചിങ് ആയിട്ടൊരു കഥാപാത്രമാണ്. പുതിയ അപ്പോൾ അതിലൊരു ഡയലോഗുണ്ട്. ഞാൻ മമ്മൂക്കയുടെ വോയിസിലൊന്നും അല്ല പറയാൻ ശ്രമിക്കുന്നത്. ആ ഡയലോഗ് മേലെടുത്ത് രാഘവൻ നായർ ഒരു ചെത്ത് തന്നെയാണ്. ഈ കാണുന്ന പാടവും പറമ്പും പുരയിടവും ഒക്കെ എൻ്റെ ചോരയും നീരും വേർപ്പുക. പണ്ട് ജപ്തി ചെയ്ത നോട്ടീസുമായി പടിയിറങ്ങുമ്പോൾ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് സഞ്ചി നിറയെ കാശുമായിട്ടൊരാൾ വന്നു. നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണെന്ന്. ഇന്ന് അതേ നാവുകൊണ്ട് തന്നെ കുഞ്ഞമ്മാമയെ തള്ളി പറഞ്ഞാലോ? ഇതൊന്നും ശരിയല്ലമ്മേ, ഇതൊന്നും ശരിയല്ല. ഇതാണ് ഡയലോഗ്. അത് തന്നെ അവരും പറയുന്നത്, ഇതൊന്നും ശരിയായില്ല. ഇവര് സമ്മതിക്കുകയല്ല കേട്ടോ എന്നെ. ബാബുവേട്ടാ ഇടപെടൂ. നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ ആണ് മേലേടത്ത് രാഘവൻ നായരാകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം.
മേലേടത്ത് രാഘവൻ നായര് ചെറ്റ തന്നെയാ. എടോ, ഈ കാണുന്ന പാടവും പറമ്പും പുരയിടവും ഒക്കെ എന്റെ ചോരയും നീരും വിയർപ്പുവാ. പണ്ട് ജപ്തി ചെയ്ത നോട്ടീസുമായി പടിയിറങ്ങുമ്പോ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് സഞ്ചി നിറയെ കാശുമായിട്ട് ഒരാൾ വന്നു. നമ്മുടെ കുഞ്ഞമ്മാമ. അമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണെന്ന്. ഇന്നതേ നാവ് കൊണ്ട് എന്നെ കുഞ്ഞമ്മാമയെ തള്ളിപ്പറഞ്ഞാലോ? ഇതൊന്നും ശരിയല്ല തള്ളേ, ശരിയല്ല. ആഹാ. നിർത്തി, വീഴുവലി നിർത്തി. സിഗരറ്റാണെങ്കിൽ കുഴപ്പമില്ല. ആ കുഞ്ഞമ്മയുടെ മോനാടാ ഞാൻ. അപ്പൊ ഇനിയിപ്പോ നവാസിന് എന്താണ് പുതിയ ഒന്നുമില്ല, ചുമ്മാ ഇത് പറയാൻ വേണ്ടി വന്നതാ. എന്തെങ്കിലും പുതിയതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് സന്തോഷമായിരിക്കും. നമ്മുടെ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട്. നവാസ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു സിംഗർ ആണ്. ഞാൻ നേരത്തെ ക്ഷണിച്ചപ്പം വരില്ല എന്നൊക്കെ പറഞ്ഞതാ, പക്ഷെ വരൂ. നവാസ് എന്താണ് അനുകരണത്തിന് എന്റെ ഗുരുക്കന്മാരായി നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. എനിക്ക് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ട്, പ്ലീസ്. ഞാൻ ഒരു കാര്യം, ഞാൻ മിമിക്രി ശബ്ദത്തിലേക്ക് സ്ട്രേറ്റ് പോകുന്നത് ഒരു വിഷ്വലിലൂടെ നമുക്ക് കാണിക്കാം. അതിപ്പോൾ ഇപ്പം അമ്മയുടെ ഫംഗ്ഷനാണല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തൊരു സംഭവം ചെയ്യാം. അത് വേറൊന്നുമില്ല, നമ്മുടെ കുതിരോട്ടം പപ്പുച്ചേട്ടൻ്റെ ഡയലോഗ് വളരെ ഹിറ്റായിട്ടുള്ള നിങ്ങൾക്കറിയാം. നമ്മുടെ താമരശ്ശേരി ചുരം, ആ ചുരത്തിൻ്റെ ആ ഒരു സീൻ വെച്ചുകൊണ്ട് ഒരു സംഭവം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡയലോഗ് നിങ്ങൾ എന്താണ്, ഡയലോഗ് മൊത്തം മാറ്റി പറയാണ്, അതെന്താണെന്ന് ശ്രദ്ധിക്കണം. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന എനിക്കറിയില്ല, എന്നാലും നോക്കാം. റെഡി? ഈ കോമഡി ഷോ അത് നമ്മൾ കുറേ കണ്ടേക്കുന്നത്. ഇത് ചെറുത് 400 മാത്രം ആർട്ടിസ്റ്റുകൾ, 10 മണിക്കൂർ പ്രോഗ്രാം. ഇമാതിരി ഒരു പരിപാടി പണ്ട് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയേക്കണേ. അതിൻ്റെ നിങ്ങളറിയില്ല നമ്മുടെ അമ്മേ ഷോ? നമ്മുടെ അമ്മയുടെ കുടുംബ മീറ്റിങ്ങിന്ന് ഇമാതിരി ഒരു ഷോക്ക് നമ്മൾ പ്രാവശ്യം ഒരു ഡാൻസ് കളിക്കാൻ പോയി. ഓ, അവിടെ മൊത്തം ജനല്ലേ, അങ്ങോട്ട് ബഹളം, ആരാധകർ തിരക്ക്, ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് തള്ളുക, മൊത്തത്തിൽ പ്രശ്നമാവില്ലേ? ഒരു കടുക് മണി വലുപ്പത്തിൽ നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് തെറ്റിയ അപ്പം തന്നെ തലയും കുത്തി താഴെ വീണ് മയ്യത്താണ്. വിട്ടില്ലേ പടച്ചോനെ നിങ്ങൾ കാത്തോളീന്ന് പറഞ്ഞ ഒറ്റ കേരളമാണ്. അപ്പം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഡാൻസ് ചെയ്ത് പറക്കണത് നമ്മുടെ രവീന്ദ്രൻ്റെ പോലെ. തിരുവനന്തപുരം പാട്ടി അങ്ങനെ കണ്ടു നിന്ന നായകന്മാരുണ്ടല്ലോ, കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ തന്നെ നമ്മൾ വെയിറ്റ് കയറി പോയി. രവീന്ദ്രൻ വന്ന് ഒറ്റ കെട്ടിപ്പിടുത്താണ്, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ തന്നെ ഓടി വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെടുത്തും. അപ്പം തന്നെ നമ്മുടെ ബാബുരാജ് വന്നൊരു അവാർഡും തന്ന്. അല്ല, അപ്പല്ല അമ്മയുടെ ഓഫീസിൽ വെച്ച് പിന്നീട് മോഹൻലാലും മമ്മൂട്ടിയാണ് പുറത്ത് കെട്ടിയിട്ട് പറയാണ്, പഹയാ വല്ലാത്തൊരു ചങ്കൂറ്റം തന്നെ നടക്കുന്നത്. ഈ വെറും ഒരു ഡാൻസറല്ല, മൈക്കിൾ ജാക്സനാണ്. മതിയില്ലേ? അടിപൊളി അടിപൊളി. ഇനിയും പുതുമോളുമായിട്ട് നിൽക്കുന്ന ഒരു ഗംഭീര കലാകാരൻ കൂടിയുണ്ട്, മിസ്റ്റർ കലാപം പ്രജോദ്. പ്രജോദ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. പ്രജോദ്, നല്ലൊരു കൈഡ് കൊടുക്കാം പ്രജോദിന്, മൈക്ക് കൊടുക്കാം. ഓക്കെ, പ്ലീസ്. താങ്ക് യു. മിമിക്രിയുടെ പുലികളെല്ലാം കയറി അനുകരണം കഴിഞ്ഞു. ഇനി അവസാനം സാധനം എനിക്കിട്ട് തന്നിരിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ ചായകളെ? ഇല്ല പ്രജോദേ, നിന്റെ പുതിയ എന്തെങ്കിലും ഉണ്ടാവും, എനിക്കറിയാം. തീർച്ചയായിട്ടും പുതിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ തീർച്ചയായിട്ടും നസീർ കയറിയപ്പോൾ ഞാൻ ഞെട്ടി. രാഷ്ട്രീയ നേതാക്കളെ എല്ലാം നസീർക്ക് അനുകരിക്കുമെന്ന്. നവാസ് കയറിയപ്പോഴും ഞെട്ടി, സുരാജ് കയറിയപ്പോഴും ഞെട്ടി. അവരെ ആരും അനുകരിച്ചില്ല. പൊതുവെ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്, പക്ഷേ ഈ പ്രസംഗങ്ങൾ ഒരു പാട്ടിലേക്ക് മാറ്റുകയാണ്. ഈ പാട്ടെന്ന് പറയുന്നത് പർദീസ എന്ന് പറയുന്ന പാട്ടാണ്. അടിപൊളി, നമ്മുടെ ഏറ്റവും അധികം ഹിറ്റായ സിനിമയിലെ ഒരു പാട്ടാണ്. ഈ പാട്ട് ഞാനത് വിഷ്വൽ ഇടുകയാണ്, ഞാൻ തന്നെ പാടുകയാണ്. പാടുന്നത് രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലാണ്. നമ്മുടെ അച്യുതാനന്ദ സാറുണ്ട്, ഉമ്മൻചാണ്ടി സാറുണ്ട്, പ്രിയപ്പെട്ട നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറുണ്ട്. ഈ 3 പേര് ഈ പർദീസ എന്ന് പറയുന്ന പാട്ട് പാടുകയാണ്. ഞാൻ LED നല്ലൊരു കൈഡിയ കൊണ്ട് കൊടുത്തേ, ഒന്ന് കേട്ടാലോ? അടിപൊളി, കേട്ടോ. ഇവാനിൽ തീരങ്ങൾ തെളിയുന്നു,
കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരാതെ കടൽ പോലെ കരകൾ നീളുന്നു. ഇവിടെയാരും കരയുകില്ല, ചിരികളാരും തടയുകില്ല, പഴയ നോവിന്റെ കൈപ്പൊന്നും ഇല്ല. പുതിയ ജന്മം അതാണ് നിൻ പറുദീസ. പറുദീസ. നെഞ്ചോര മോഹങ്ങൾ നിറയുമ്പോൾ നാമെല്ലാം ഈ മണ്ണിൽ ഒരുപോലെ. നീ എന്ന് ഞാനെന്നും തിരിവില്ല, ഉലകമൊരുപോലെ. പാടുന്നോർ പാടത്തെ കഴിയുവോളം, പാടുന്നോരാടത്തെ തളരുവോളം, ചേരുന്നോരൊന്നായി ചേരത്തെ. വേഗം അതിനു കെൽപ്പുള്ള ഭൂമി തൻ പറുദീസ. 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 അടിപൊളി ഗംഭീരമായിരുന്നു അല്ലേ? നല്ലൊരു കൈഡി കൊടുക്കാം. കലാഭവൻ പ്രചോദ്, കോട്ടയം നസീർക്ക ആൻഡ് മിസ്റ്റർ സുരാജ്, താങ്ക് യു സോ മച്ച്. ഇനി ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. ഈ ഒരു സപ്പോർട്ടൊക്കെ എനിക്ക് കൂടെ ഉണ്ടാവണേ കൂടെ. ഓക്കെ, റെഡി? രാവിൽ പൂണ്ടേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ പോരാമോ? ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, അവണിപ്പാടത്ത് പൂക്കളൊഴിഞ്ഞു. ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകന്നേ വരാം. ചെല്ലപ്പൂ ചുണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം. രാവിൽ പൂണ്ടേ തേടും പൂങ്കാറ്റേ ആടിപ്പാടാം നീ പോരാമോ? ഹലോ, തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ ആറിനാരാമമാകുന്നു രാവിൽ. തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനൊന്നുലച്ചു. കുമാരി പെയ്യുമ്പോൾ ആറിനാരാമമാകുന്നു രാവിൽ. വെള്ളി നിലാവിൽ വെൺപട്ടി ചൂടും ആറിൻ പൂമണി മാറി. അല്ലികൾ തൂങ്ങിയ വെള്ളാമ്പൽ പൂവുകൾ പാതി ഭൂമിയിൽ നിൽക്കുമ്പോൾ നാടിൻ കാറ്റിൻ നറുമണം ലാ 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 ലാ. രാവിൽ പൂന്തേ പൂങ്കാറ്റേ ആടിപ്പാടാൻ നീ പോരാമോ? മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം കാണാതെ പാപം മാറാപ്പു താങ്ങുന്നു രാവ്. മാനത്തെ മാറാപ്പിൽ നിന്നും മാണിക്യ കല്ലിട്ടതാര്? മാണിക്യം
നിൻ പാവം മാറാപ്പു താങ്ങുന്നു രാവ് വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിയിലിരുന്ന് കാറ്റിലതു പറഞ്ഞാടി അല്ലിപ്പു താരം കാറ്റിലുലഞ്ഞു ആമ്പരം നലിഞ്ഞാടുമ്പോൾ മൂടിപ്പോയി പരിമളം ലാ 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 ലാ. പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീ പോരാമോ അരിയങ്കാവിൽ വേല കഴിഞ്ഞു അവണിപ്പാടത്ത് കുട്ടക്കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേൻ നുകർന്നേ വരാം ചെല്ലപ്പൂ കണ്ടൊന്ന് കൂടെ കൊണ്ടും തരാം ലാ 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 ലാ. കലാഭവൻ ഷാജോൺ everyone. Thank you so much. കലാഭവൻ ഷാജോൺ. ചേട്ടാ പൊളിച്ചെടുക്കി. Next we'll go into another song. It's a duet. We're going to have Rajiv Rangan and Shruti Lakshmi onto the stage, please. புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுட நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் தூப்பான இடம் தேடி அலைகின்றது புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவோடு நனைகின்றது பெண் இல்லாத ஊரில் அடியான் பூ கேட்பதில்லை இல்லாத ஊரிலே கொடிதான் பூ கேட்பதில்லை உன் புடவை முந்தானை சாய்ந்தது இந்த பூமி பூ பூத்தது இது கம்பன் பாடாத சிந்தனை உந்தன் காதோடு யார் சொன்னது புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது புதுவெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் நனைகின்றது. Thank you so much. தேங்க்யூ Thank you. ഞാൻ ഇനി അടുത്തത് വിളിക്കാൻ പോകുന്നത് എപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഉണ്ടാവണേ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ അമ്മ അസോസിയേഷന്റെ പരിപാടി വരുന്ന സമയത്ത്. മറ്റാരുമല്ല, വളരെ മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ടാലന്റുകളുള്ള നമ്മുടെ സ്വന്തം ഭീമൻ രഘു. Big round of applause everyone.
എവിടാ ഇന്ന് പാടാൻ വന്നേക്കുന്ന രൂപത്തിൽ തന്നെ ആ പാട്ടിന്റെ ഒരു ഫീൽ ഉണ്ട്. നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇത്രയും മനോഹരമായ ഒരു ദിവസം കിട്ടിയതിലും അത് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അതെ, പിന്നെ അതുകൂടാതെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും അല്പനേരത്തേക്ക് കോഴിക്കോടിക്കാട് ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കേട്ട് രസിക്കാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ക്ലാപ്പ് ചെയ്ത് വരണം. ഓക്കെ ഓക്കെ സ്റ്റേജ് ഓൾ യോർസ്. മകരി തങ്കത്തൊങ്ക തതിങ്ങിണ തിങ്കൃത ദിവികിണ മേളം തകതം തരി തരികമ തക്കടത്തിങ്കിണ എന്തിവി താളങ്കൃത താളം സംകൃത പമകരി തങ്കത്തൊങ്ക തതിങ്ങിണ തിങ്കൃത ദിവികിണ മേളം തകതം സരി സരിഗമ തക്കടത്തിങ്കിണ എന്തിവി താളങ്കൃത താളം സംകൃതമോടെ തീരു സ്വർഗനകത്തെ കഞ്ചത്തെ സുന്ദരി ഹൂറിനി സചിത്ര മുത്തരു കഞ്ചത്തെ പിൻകതിരോനോവിൻ പഴങ്കതിരോനെ കൊഞ്ചത്തെ പിണ്ടിട് മൂടി വരെ സംഗതി കൊണ്ടു തന്നത്തെ ഉണ്ണുന്നേ മൂടി പണ്ടിനെ കൊത്ത കറുത്ത വരുമ്പ് പിന്നുന്നേ മൂടൻ ചിട്ട കുടിച്ചത് കെട്ടടിച്ചിട്ടാൽ പിന്നുന്നേ ആണാ പേടുൾ മാടം പാടി വരസുത്ത കാമനിൽ വളവത്ത മികാനു സലാം വട്ടത്തൽ മുതൽ വട്ടത്തിരുമുഖ തകതകലം തങ്കത്താതിങ്കിണ ധൃതികീണ സംസരിതം കില്ലത്താകദേവി താളകൃത ചുന്ദുതം സ്വർഗപാലമേല പാലധുനി കാളിച്ചിരി കുളരികൾ സംകൃത പമകരി തങ്കത്തുങ്കീണ ജകൃത ദീപികീണ മേളം തകതം സരി സരിഗമ ചിന്തിക്കീണ ദിവി താളകൃത താളം. Come on, everybody claps, come on. അനക്കമില്ലല്ലോ, രാത്രി ആയതല്ലോ. കമാൺ. ചെമ്പകമലത്തോടി ചെപ്പിപ്പിടിയോ കവിഴ്ത്തണം ഇമ്പമുള്ള അതിശയമാക്കും തിരുചെഞ്ചരി മികവർണ്ണ പെട്ടെ വട്ട ചുറുമക്കണ്ണ വിട്ടു നോക്കും പൊൻപവിഴമേ ചുണ്ടും മുത്തളി വെച്ച വീതമ്പല്ലും അമ്പുടെ കണവാർന്ന മൂക്കും മനം പൊങ്ങിടും ഇണവല്ലി ഉഗ്രശൃംഗം നാണിക്കുന്ന സംകൃത ധ്വനിരസവാക്കും എമ്പക്കാരക്കഴത്തും കരണക്കണ്ണ് ചുരുത്തിട്ട് എമ്പേട് മഹരീതി കരുവച്ചപ്പ് കോത്തിട്ട് സമ്പ്രദായമോ ബുദ്ധിക്കിണ്ണവും വട്ടം ചുറ്റിട്ട് സാരസ കനി ഉറുമപ്പഴവും കുറയും മുത്തിട്ട് കനേ കാളും മക്കളുടെ യോജനയാതിലയാതെ നിൽപ്പാനേ തരം എപ്പോഴും പൊടി കൊൽപ്പാനേ പൊതിയാലേകമാലിഴ വീടും സുത്ത വളർത്തുമ സുവത്ത പത്രമോ വയർ മട്ടുത്തറിയത് അറ്റൊരുപടി തകതകജം തങ്കത്താതിങ്കിണ്ണ ധൃതിങ്കിട സംസരിതം ഇല്ലത്തകദിവി താളകൃത ചുന്ദുതം സ്വർഗതലമില്ല പല ധ്വനി കളിച്ചിരി കുളലികൾ സംകൃത പമകരി തങ്കത്തുമ്പ തതികിട നിങ്കൃത ദിവികിട മേള ദരിതം സരി സരിഗമ കൃതത്തിങ്കിട ദിവി താളകൃത താളം സംകൃത പമകരി തങ്കത്തുങ്ക തതികിട നിങ്കൃത ദിവികിട മേള ദരിതം സരി സരിഗ കൃതത്തിങ്കിട ദിവി താളകൃത താളം
സംകൃതമകരി തുങ്കതതികിട തിങ്കിട ദിവികിട വേളം സരിതം സരി സരിഗം സംകൃതത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാ എല്ലാരും കൂടെ ഒന്ന് നന്നായിട്ട് കൈയടിച്ചു ഒന്ന് കാണട്ടെ. ആഹാ അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. Same to you and thank you to everybody. Bye. Thank you. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും ഏതേതോ കഥയിൽ ഇന്നെൻ തോഴി ഹൃദയം കവിയും. വലിയ കൈയടിയോടുകൂടി നമ്മുടെ ലാലേട്ടന്റെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. ഈ കൺഫ്യൂഷൻ മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കൺഫ്യൂഷൻ ഹമ്മയുടെ കുടുംബ സംഗമത്തിനോടനുബന്ധിച്ചുള്ള അവാർഡ് നൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എവിടെയോ കണ്ടു നല്ല പരിചയം. കുമ്പം പോറ്റി നല്ല കൊടുമൺ പോറ്റി. തുടങ്ങുക. ഇല്ല, എന്നെ കൊണ്ടാവില്ല. എടി യക്ഷിക്കൊച്ചെ, ഇയാളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചൂടേറിയാളുന്ന കാമഹർഷം അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ്. അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.